പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ CPM-ന് ദയനീയ പരാജയമുണ്ടായതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടിയില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്തുകൊണ്ട് ഈ പിന്നോക്ക അധസ്ഥിത വർഗത്തിന് ഇന്ന് നീതി കിട്ടുന്നില്ല? അതിൻ്റെ ഒരു തിരിച്ചടിയല്ലേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്? പിന്നോക്കക്കാരോടും പട്ടികജാതിക്കാരോടും വേണ്ടത്ര പരിഗണന പലപ്പോഴും കിട്ടാതെ വരുന്നതിൻ്റെ പരിണിത ഫലം കൊണ്ട് അവരുടെ വോട്ടുകൾ, അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ ഇന്ന് അവർ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി മറ്റു ദിശയിലേക്ക് വോട്ട് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുള്ള, പിന്നോക്ക വോട്ടുള്ള കോട്ടയമായാലും അതുപോലെ തന്നെ കൊല്ലമായാലും അതുപോലെ ആറ്റുകൽ, ഇവിടെയെല്ലാം തൃശ്ശൂർ, ഇവിടെയെല്ലാം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കുക. വോട്ടിംഗ് പാറ്റേൺ വന്നാൽ എന്തുമാത്രം വോട്ടാണ് മാറിയത്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ LDF-നുണ്ടായ തിരിച്ചടിയെ കാണുന്നത് എങ്ങനെ? എബിൻ. റിജിത്ത്, പരമ്പരാഗതമായ വോട്ടിലുണ്ടായ ചോർച്ച സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രതികരണം ഉണ്ടാകുന്നത്. ഇടതുമുന്നണിയെ പരമ്പരാഗതമായി തുണച്ചിരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് കാര്യമായി ഈ തവണ ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് പ്രത്യേകിച്ച് കൊല്ലം, ആറ്റിങ്കൽ, കോട്ടയം, തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കനത്ത തോൽവിക്ക് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ലഭിച്ചില്ല. ഇതെല്ലാം തന്നെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമായി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രതികരണം വരുന്നത്. രഞ്ജിത്ത്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.